D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഓഫറിലൊക്കെയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനത്തിലും കൊടുത്തിട്ടുണ്ട്. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് പപ്പീസ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. റോഡ് വീലറിൻ്റെ വിത്ത് KCI ഉള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. വിത്ത് KCI 13,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. വിത്ത് KCI ഉള്ള നല്ല അടിപൊളി റോഡ് വീലറിൻ്റെ പപ്പീസ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവരുടെ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പറാണ് വന്നിരിക്കുന്നത്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ എല്ലാവരുടെയും സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. 13,000 രൂപയാണ് വിത്ത് KCIയിൽ റോട്ടിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. അടുത്തായിട്ട് അവിടെ നിന്ന് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിൽ പപ്പീസ് മാത്രമേ ഉള്ളൂ. ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിൽ പപ്പീസ് റേറ്റ് ചോദിക്കുന്നത് 10,000 രൂപയാണ് ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ഈ പപ്പീസ് എല്ലാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 10,000 രൂപയാണ് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. നല്ല അടിപൊളി പപ്പീസാണ് വന്നിരിക്കുന്നത്. റോട്ടിൻ്റെ ആയാലും ജർമ്മൻ ഷിപ്പേഡിൻ്റെ ആയാലും. അതുപോലെ തന്നെ പെറ്റ്സിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ക്യാഷ് ഒക്കെ അഡ്വാൻസ് കൊടുക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ ബാങ്ക് ഡീറ്റെയിൽ വാങ്ങിയിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് ഫ്രോഡ് പരിപാടികൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ വീഡിയോയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാഷും കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേ ചെയ്യാതെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡീറ്റെയിലും കാര്യങ്ങളും അക്കൗണ്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രോഡ് പറ്റണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ചെറിയ ക്യാഷ് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പറ്റിക്കുകയാണെങ്കിലും നിങ്ങൾ മാക്സിമം കംപ്ലയിൻറ്റ് ചെയ്യുക, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അവർ ഒരുപാട് ആളുകളിൽ നിന്ന് ഇതേപോലെ പറ്റിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരാളെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉപകാരപ്പെടും ബാക്കിയുള്ളവർക്ക്. അടുത്തായിട്ട് നമുക്ക് പെറ്റ്സുകൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഹെഡ്ജ് ഹോഗിൻ്റെ അഡൽട്ട് പെയറുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ഹെഡ്ജ് ഹോഗ് കൊടുക്കാനുണ്ട്. ഒരു 5-8 പെയറിലേറെ കൊടുക്കാനുണ്ട്. അഡൽട്ട് പെയറുകളാണ് വന്നിരിക്കുന്നത്. ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 8,000 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. 8,000 റേറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ റേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി പെയറുകളാണ് വന്നിരിക്കുന്നത്. ഹെഡ്ജ് ഹോഗിൻ്റെ അഡൽട്ട് പെയറുകൾ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ പെറ്റ് ഷോപ്പിലേക്കൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ഇവിടെ കൊടുക്കാനുണ്ട് സെയിലിനായിട്ട്. അഡൽട്ട് പെയറുകളാണ്. അപ്പോൾ ബ്രീഡിങ്ങിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. നല്ല അടിപൊളി പെയറുകളാണ് വന്നിരിക്കുന്നത്. 8,000 രൂപയാണ് ഒരു പെയറിൻ്റെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളൂ. റേറ്റ് നെഗോഷ്യബിൾ ആണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. തിരുവനന്തപുരമാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പ്രാവുകൾ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ബൾക്ക് സെയിലാണ്. ഒരു 20ഓളം പ്രാവുകൾ കൊടുക്കാനുണ്ട്. 6,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. മുദീനുണ്ട്, ചൈനീസ് ഔളുണ്ട്, ഫാൻഡേലുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പ്രാവുകൾ പ്ലസ് ഒരു 6 നാടൻ പ്രാവ് എക്സ്ട്രാ 10-20ഓളം പ്രാവുകൾ കൊടുക്കാനുണ്ട്. ചൈനീസ് 6,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ചൈനീസ് ഔളുകളുണ്ട്, ഫാൻഡേൽസ് ഉണ്ട്, മുദീന ഉണ്ട്. അപ്പോൾ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഓഫറാണ് വന്നിരിക്കുന്നത്. 20 പ്രാവുകൾ 6,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു പീസ് റേറ്റ് ഒക്കെ ഒരു 300 രൂപയാണ് വരുന്നുള്ളൂ. ഫാൻഡെയിൽസ് ഉണ്ട് അതിൽ. വീഡിയോയിൽ കാണുന്ന പ്രാവുകൾ ചൈനീസ് ഔള്, റിവേഴ്സ് ചൈനീസ് ഔളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ചൈനീസ് ഔളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എടുക്കുന്ന ആൾക്ക് നല്ലൊരു ലാഭം തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേഡിൻ്റെ ഒരു ഷോർട്ട് കോട്ടിൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 5 വയസ്സ് പ്രായമുള്ളത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജർമ്മൻ ഷിപ്പേഡിന് ചോദിക്കുന്ന റേറ്റ് 4,000 രൂപയാണ്
ഈ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ മെയിലിനായിട്ട് അവർ ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 5 വയസ്സ് പ്രായമുള്ള ഷോർട്ട് കോട്ടിൻ്റെ ജർമ്മൻ ഷെപ്പേർഡ് മെയിൽ 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പാലക്കാട് നിന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഹസ്കിയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് KCI പപ്പീസ്, മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 26,500 രൂപയാണ്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 26,500 വിത്തൗട്ട് KCIയിൽ. പാലക്കാടാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഹസ്കിയുടെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാവരും സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ഐ ആണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഒരു കോക്ടെയിലിൻ്റെ അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ഫേസ് മെയിൽ അഡൽട്ട് കൺഫേം മെയിലാണ് വന്നിരിക്കുന്നത്. തിരുവല്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് അവർ 2000 രൂപയാണ്. ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് അഡൽട്ട് മെയിലിൻ്റെ വൈറ്റ് ഫേസിൻ്റെ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ആ വൈറ്റ് ഫേസ് മാത്രമാണ് സെയിലിനുള്ളത്, മെയിൽ അഡൽട്ട് മെയിൽ. അപ്പോൾ വൈറ്റ് ഫേസിൻ്റെ മെയിലിനൊക്കെ അന്വേഷിച്ചെടുക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റിയതാണ്. നല്ലൊരു അടിപൊളി മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. 2000 രൂപയാണ് ഈ മെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അഡൽട്ട് മെയിലാണ് വന്നിരിക്കുന്നത്. തിരുവല്ലയാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഫാദറിൻ്റെയും മദറിൻ്റെയും ഫോട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 12,000 രൂപയാണ്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. മെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൽ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒട്ടുമിക്കതും ചിലപ്പോൾ വാട്സപ്പ് നമ്പറുകളായിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ വാട്സപ്പിൽ ഡയറക്റ്റ് വിളിച്ചിട്ട് കിട്ടാത്ത നമ്പറുകളിലൊക്കെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. 12,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഗാർഡിങ്ങിനായാലും നല്ല വാച്ച് ഡോഗായിട്ട് പറ്റിയ നല്ല അടിപൊളി ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. അതിൽ മെയിൽ പപ്പീസാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. അങ്കമാലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കോഴികളാണ് വന്നിരിക്കുന്നത്. മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് വന്നിരിക്കുന്നത്. കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരുപാട് കോഴികൾ ഇവിടെ സെയിലിനായിട്ടുണ്ട്. അഡൽട്ട് കോഴികൾ 450 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 450 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അഡൽട്ട് കോഴികളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ബൾക്ക് സെയിലും അവൈലബിൾ ആണ്. 40 എണ്ണത്തോളം കൊടുക്കാനുണ്ട്. ഒരുപാട് കോഴികൾ ഇവിടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ കോഴികളെ മുട്ട കോഴികളൊക്കെ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴികളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൊല്ലാണ് ലൊക്കേഷൻ. ബൾക്ക് സെയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി കോഴികളാണ് വന്നിരിക്കുന്നത്. കോഴി വളർത്തലൊക്കെ നാടൻ കോഴി വളർത്തലായാലും മറ്റേത് കോഴി വളർത്തലായാലും സൈഡായിട്ട് നമുക്ക് തീരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളർത്താൻ പറ്റിയൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റിയൊരു ഇതാണ് കോഴി വളർത്തൽ. ഇപ്പോൾ നാടൻ കോഴി വളർത്തലായാലും നാടൻ പുള്ളിക്കോഴിയായാലും പുള്ളിക്കോഴിയൊക്കെ നല്ല റേറ്റ് കിട്ടുന്നൊരു ഇതാണ്. നമുക്ക് വലിയ കെയറൊക്കെ കൊടുക്കാണ്ട് നോക്കാൻ പറ്റിയൊരു ഇതാണ് നാടൻ കോഴി വളർത്തൽ. നല്ലൊരു സൈഡ് വരുമാനമാക്കി മാറ്റാൻ പറ്റും. തീരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കോഴികൾ കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. ബ്രീഡറായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. കൊല്ലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 40 എണ്ണത്തിലേറെ കൊടുക്കാനുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണത്തിന് 450 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല റേറ്റ് ഓറിയനാണ് വന്നിരിക്കുന്നത് അഡൽട്ട് കോഴികളൊക്കെ. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ ഈ നമ്പർക്ക് വീഡിയോസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ്. വീഡിയോ എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് മിനിമം 30 സെക്കൻഡോളം വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക. അതുപോലെ റേറ്റ്, പ്ലേസ്, പെറ്റ്സിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ചെയ്യാൻ മറക്കണ്ട.
യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.